നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പൂച്ചിന്നിപ്പാടം ജംഗ്ഷനിലെ പറമ്പിൽ വൻ തീപിടുത്തം. പറമ്പിലുണ്ടായിരുന്ന വാഴകളും പച്ചക്കറികളും കത്തിനശിച്ചു. സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും തീ പടരുന്നത് തടയാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പെരുമ്പിള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച തുടക്കമാകും. ഭാഗവതാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ യജ്ഞത്തിന് നേതൃത്വം നൽകും. നവീകരിച്ച വനിതാ ഹെൽത്ത് ക്ലബിന്റെ പ്രവർത്തനം പാറളം ഗ്രാമപഞ്ചായത്തിൽ പുനരാരംഭിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിദ്യാ സരസ്വതി അർച്ചനയ്ക്ക് തുടക്കം. പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി 3 ദിവസങ്ങളിലാണ് അർച്ചന ഒരുക്കിയിട്ടുള്ളത്. വിശദമായ വാർത്തയിലേക്ക്. പൂച്ചിന്നിപ്പാടം ജംഗ്ഷനിലെ പറമ്പിൽ വൻ തീപിടുത്തം. പറമ്പിലുണ്ടായിരുന്ന വാഴകളും പച്ചക്കറികളും കത്തിനശിച്ചു. സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും തീ പടരുന്നത് തടയാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും തീ പടരുന്നത് തടയാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് തീപിടുത്തം കണ്ടത്. പറമ്പിലെ ഉണങ്ങിയ പുല്ലിൽ നിന്നാണ് തീപിടുത്തം ആദ്യം ഉണ്ടായത്. പറമ്പിൽ കൃഷി ചെയ്തിരുന്ന നിരവധി നേന്ത്രവാഴകളും പച്ചക്കറികളും കത്തിനശിച്ചു. ഇരിങ്ങാലക്കുട, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്ന് 2 യൂണിറ്റ് അഗ്നിശമന സേനാംഗങ്ങളെത്തിയാണ് തീയണച്ചത്. പെരുമ്പിള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച തുടക്കമാകും. ഭാഗവതാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ യജ്ഞത്തിന് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഐശ്വര്യമെല്ലാം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഈ സൽക്കർമ്മം നടത്തുന്നത്. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പോൾ സപ്താഹങ്ങൾ നടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വളരെ പ്രാചീനമായ ഒരു ക്ഷേത്രമാണ് ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഒരു കാലത്ത് വളരെ പിന്നാക്കാവസ്ഥയിൽ നിന്ന് നാട്ടുകാരുടേതായ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതുവഴി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ജനങ്ങളുടെയും നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും എല്ലാം പൂർണ്ണമായ സഹകരണം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതും ഞങ്ങളുടെ പ്രവർത്തനത്തിന്, ക്ഷേത്രസമിതിയുടെ പ്രവർത്തനത്തിന് വളരെയധികം പ്രോത്സാഹജനകമായ ഒരു കാര്യമാണ്. ഞായറാഴ്ച വൈകിട്ട് 5-ന് യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർ ഘോഷയാത്രയായി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെത്തിക്കും. തുടർന്ന് വൈകിട്ട് 6-ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 15-ന് ശ്രീകൃഷ്ണാവതാര ദിവസം തിരുവാതിരക്കളി, ഫെബ്രുവരി 16-ന് രുക്മിണി സ്വയംവര ദിവസം ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയും തുടർന്ന് കോൽക്കളി, തിരുവാതിരക്കളി എന്നിവയും ഉണ്ടാകും. എല്ലാ ദിവസവും പ്രസാദൂട്ട് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നമ്മൾ ഒരു കാലത്ത് ഭയങ്കര ദയനീയാവസ്ഥയുണ്ടായ അമ്പലം നാട്ടുകാരുടെയും എല്ലാവരും സഹകരണത്തോടെ ഈ നിലയ്ക്കെത്തി. അതിന് ഭഗവാന്റെ ഒരു വലിയൊരു കൃപാകടാശമുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ 6ാം സപ്താഹം നടത്തുന്നത്. അതിനുവേണ്ടി എല്ലാ ഭക്തജനങ്ങളുടെയും പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകം ഞങ്ങൾ പറയുന്നു. 15 ദിവസവും എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് ഈ സപ്താഹത്തിൽ പങ്കെടുക്കണമെന്നും കൂടാതെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പറഞ്ഞിറക്കാനുള്ള സൗകര്യവും മറ്റ് വഴിപാട് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ക്ഷേത്രസമിതി ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നത്തെ ഈ നിലയിലേക്ക് ക്ഷേത്രത്തെ എത്തിക്കാൻ നമുക്ക് സാധിച്ചത്. ആ കാര്യത്തിൽ നമ്മൾ ക്ഷേത്രസമിതി വളരെ സന്തോഷമുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സപ്താഹത്തിൻ്റെ മുഖ്യ യജ്ഞാചാര്യൻ ശ്രീ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവറുകളാണ്. അതേപോലെ തന്നെ അന്നേ ദിവസം 5 മണിക്ക് നമ്മൾ മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളോടും അതേപോലെ താലപ്പൊലിയോടും കൂടി കൊണ്ടുവരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമാണ് നമ്മളിവിടെ സമർപ്പിക്കുക. നവീകരിച്ച വനിതാ ഹെൽത്ത് ക്ലബിന്റെ പ്രവർത്തനം പാറളം ഗ്രാമപഞ്ചായത്തിൽ പുനരാരംഭിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് മാത്യു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ മിനി വിനയൻ നന്ദി അറിയിച്ചു.
രാവിലെ 6 മുതൽ 8 വരെയും വൈകിട്ട് 4:30 മുതൽ 6:30 വരെയും സൗജന്യമായാണ് പരിശീലനം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാ നന്ദനൻ, വാർഡ് മെമ്പർമാരായ സിബി സുരേഷ്, ലിജീവ് PK, CDS ചെയർപേഴ്സൺ രജനി ഹരിഹരൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TG വിനയൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അന്നത്തെ ഭരണസമിതി നടത്തിയതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണേ. കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വന്നത് ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണ്. ഈ ജനങ്ങൾക്ക് ഈ ആരോഗ്യപരമായിട്ടും മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ ഇങ്ങനെ ഓരോ വനിതാ ഹെൽത്ത് ക്ലബ്ബ് അങ്ങനെയുള്ള ഫിറ്റ്നസ് സെൻ്ററുകൾ ആരംഭിച്ച് തുടങ്ങി വരികയാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ഇങ്ങനൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ നമ്മുടെ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് സാധിച്ചിട്ടുണ്ട്. തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിദ്യാ സരസ്വതി അർച്ചനയ്ക്ക് തുടക്കമായി. 9 രാവിലെ 7 മണിക്ക് ദേവസ്വം പ്രസിഡന്റ് അരൂർ ദേവൻ അടിതിരിപ്പാട് ദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം സെക്രട്ടറി A കുമാരൻ സ്വാഗതം ആശംസിച്ചു. കൺവീനർ MA ഭാസ്കരൻ, ദേവസ്വം കമ്മിറ്റി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. അർച്ചനയ്ക്കു ശേഷം പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു. ചേർപ്പ് പെരുവനം ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂളിൽ മോണ്ടിസോറി എക്സിബിഷൻ സംഘടിപ്പിച്ചു. മോണ്ടിസോറി TTC വിദ്യാർത്ഥികളുടെ പ്രവൃത്തി പരിചയ അവതരണവും ഇതോടൊപ്പം നടന്നു. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിന് ഏറെ അനുയോജ്യമായ മോണ്ടിസോറി വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിലുള്ള പെരുവനം ഇന്ദിര മെമ്മോറിയൽ മോണ്ടിസോറി സ്കൂളിൽ നടന്ന പ്രദർശനം ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. മോണ്ടിസോറി രീതിയെക്കുറിച്ച് കൂടുതലായി അറിയുന്നതിന് പരിശീലന രീതികൾ പരിചയപ്പെടാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. ഇത് ഒരു സീസണിന്റെ മോഡലാണ്, 4 സീസൺസിന്റെ. നമുക്ക് കുട്ടികൾക്ക് എല്ലാ സീസണും നമുക്ക് എപ്പോഴും അഡാപ്റ്റ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓരോ സീസണും എങ്ങനെയാണ് നമുക്ക് ഡെമോ കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും, കളേഴ്സ് ഇതൊക്കെ നമുക്ക് ഡെമോ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇത് വിൻ്റർ നമുക്ക് അവൈലബിൾ അല്ലാത്തൊരു സീസണാണ്. അപ്പോൾ നമുക്ക് ഒരു എഫക്റ്റ് കിട്ടും കുട്ടികൾക്ക് പോകുമ്പോൾ. ഇത് ഓട്ടം സീസണിൻ്റെ പ്രത്യേകത കാണിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ സമ്മർ സീസണിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കാൻ ഏറ്റവും പറ്റിയൊരു ഡെമോൺസ്ട്രേഷൻ എടുക്കും. ബോഡി പാർട്സ് പഠിപ്പിക്കാനുള്ളൊരു ചെറിയൊരു ആക്ടിവിറ്റിയാണിത്. അപ്പോൾ ഇതിൽ കൂടി കുട്ടികൾ കളിയിലൂടെ തന്നെ തനിയെ ബോഡി പാർട്സ് പഠിക്കുകയാണ്. അപ്പോൾ ലെഗും ടോസും വെച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ഇതിനെ മാച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നീസ്. അപ്പോൾ അവർ തനിയെ അത് പഠിച്ചു പോവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൊമക്ക്, പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഷോൾഡർ, ചെസ്റ്റ്, ഹാൻഡ്, അതേപോലെ തന്നെ ലാസ്റ്റ് വരുമ്പോൾ ഹെഡ്. ഇത് കളികളിലൂടെ തന്നെ കുട്ടികൾ ബോഡി പാർട്സ് നമ്മൾ പഠിപ്പിക്കാതെ തന്നെ കുട്ടികൾ ബോഡി പാർട്സ് തനിയെ പഠിച്ചു പോകുന്ന ഒരു കൺസെപ്റ്റാണ് ഇതിൽ വരുന്നത്. ക്വാളിഫൈഡ് സ്റ്റാഫുകളും നേതൃത്വത്തിലാണ് സ്കൂളിന്റെ പ്രവർത്തനം. പ്ലേ സ്കൂൾ, LKG, UKG ക്ലാസുകളും മോണ്ടിസോറി TTC, പ്രൈമറി TTC, ECCA, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, സമ്മർ ക്യാമ്പ് കോഴ്സുകളും ഒരുക്കിയിട്ടുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറുടെയും സേവനം ലഭ്യമാണ്. പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം പത്രിക പ്രകാശനം 2024 ഫെബ്രുവരി 9 വെള്ളിയാഴ്ച കാലത്ത് 11:30 കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ വെച്ച് പിടിക്കപ്പറമ്പ് പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി വത്സൻ മൂർക്കത്ത്, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത് എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു. ദേവസ്വം ബോർഡ് സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ഫിനാൻസ് ഓഫീസർ വിമല, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, ദേവസ്വം ഓഫീസർ U അനിൽകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരം കഴിഞ്ഞാൽ പിടിക്കപ്പറമ്പ് പൂരത്തെയും ചടങ്ങുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അറിയിച്ചു. അനിലൻ കടവിൽ, പ്രകാശ് KR, മനോജ് കടവിൽ, നന്ദകുമാർ KR, അനിലൻ KN, സുഭാഷ് KK എന്നിവരും സംസാരിച്ചു. ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ നന്ദി അറിയിച്ചു. ചേറ്റുവയിൽ വീടിന്റെ ടെറസിൽ കഞ്ചാവ് നട്ടു വളർത്തിയ സംഭവത്തിൽ യുവാവിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചേറ്റുവ സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ചക്കര എന്ന ധനീഷാണ് അറസ്റ്റിലായത്.
ഇയാൾ വീടിന് മുകളിൽ ചെടിച്ചട്ടിയിൽ നട്ടുവളർത്തിയിരുന്ന 2 കഞ്ചാവ് ചെടികളാണ് പോലീസ് കണ്ടെടുത്തത്. 60 സെന്റിമീറ്റർ 36 സെന്റിമീറ്റർ നീളമുള്ളതാണ് കഞ്ചാവ് ചെടികൾ. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. SI PK റഫീഖ്, വനിതാ CPO സുമി, CPO ഷിജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ANR സുനീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തീരദേശ മേഖലയിൽ ലഹരി വിൽപ്പനക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. തിരയിൽപ്പെട്ട മറ്റൊരു വിദ്യാർത്ഥിയെ കണ്ടെത്താൻ തിരച്ചിൽ ശക്തമാക്കി. ഇന്ന് രാവിലെ 8:30 തളിക്കുളം തമ്പാൻ കടവ് അറപ്പത്തോടിന് സമീപമാണ് സംഭവം. കൈതക്കൽ ആര്യമ്പാടം ദാറുൽ മുസ്തഫ ഓർഫനേജിലെ 20 കുട്ടികൾ തമ്പാൻ കടവിന് സമീപം കടൽ കാണാനെത്തിയിരുന്നു. ഇതിൽ മുഹമ്മദ് സവാദ്, അസ്ലം എന്നിവരാണ് കടലിൽ കുളിക്കാനിറങ്ങിയത്. കുളിക്കുന്നതിനിടെ കുട്ടികൾ ശക്തമായ തിരയിൽപ്പെട്ടത് കണ്ട മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ശ്രമത്തിൽ മുഹമ്മദ് സവാദിനെ രക്ഷപ്പെടുത്താനായി. ഒപ്പമുണ്ടായിരുന്ന എടമുട്ടം സ്വദേശി 16 വയസ്സുള്ള അസ്ലമിനെ കണ്ടെത്താൻ നാട്ടിക ഫയർഫോഴ്സിനൊപ്പം തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്. രക്ഷപ്പെടുത്തിയ മുഹമ്മദ് സവാദിനെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 പതിറ്റാണ്ടായി വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി തുടരുന്ന തളിക്കുളം SNDUP സ്കൂളിനും മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും ആദരവുമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തസ്കിയത്ത്. സ്കൂളിലെ 70ഓളം കുട്ടികളെയാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തസ്കിയത്ത് ആദരിച്ചത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ എന്താണ്, വളർന്നു വരുന്ന വിദ്യാർത്ഥികളിലെ ലഹരി, അതുപോലെ തന്നെ മൊബൈലിലുള്ള നിങ്ങളുടെ കൂടുതൽ സമയമുള്ള സ്പെൻഡ് ചെയ്യുന്ന പരിപാടി കൂടി ഇതിൽ നിന്ന് ഒഴിവാക്കി കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകണമെന്നുകൂടി അഭ്യർത്ഥിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അസംബ്ലിയിൽ വിദ്യാർത്ഥികളെ ഇങ്ങനെ നിർത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് തസ്കിയത്ത് കൂട്ടായ്മയിൽ നിന്നും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്ന അതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപാട് മനസ്സ് നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുക്കുന്ന തസ്കിയത്ത് കൂട്ടായ്മയ്ക്കും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സമ്മതം നൽകിയ SNDUP സ്കൂളിലും വിരമിക്കുന്ന പ്രധാന അധ്യാപിക NV മിനിക്ക് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു. തസ്കിയത്ത് കൂട്ടായ്മ പ്രസിഡന്റ് ഷമീർ നാലകത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ NV സുഗതകുമാർ, വാർഡ് മെമ്പർ MK ബാബു, മുഹമ്മദ് രാസിം, ചിറക്കുഴി MA, യൂസഫ് മജിസ്റ്റിക് എന്നിവർ ചേർന്ന് ആദര സമർപ്പണം നിർവഹിച്ചു. ഹാഷിം ടുട്ടു, ഹബാബ്, ഷാഫി, മെഹബൂബ് തങ്ങൾ, റസാഖ്, അൻവർ, ഷാജിർ സൽമാൻ, ഹബീബ് തങ്ങൾ, സാബിദ്, സോണി, തയ്യൂബ്, ഫൈസൽ, ഖലീൽ, നാസർ, ഹർഷദ്, ഹാസിം, ബാഗു, PTA പ്രസിഡന്റ് ചന്ദ്രി ഷൺമുഖം, MPTA പ്രസിഡന്റ് റസിയ ഷൈൻ, PTA മെമ്പർ ഷാനിബ നൌഫൽ എന്നിവർ സംബന്ധിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ പോയ ജന്മനാ കാഴ്ചക്കുറവുള്ള ഹരിതകർമ്മസേന അംഗത്തിനെ പട്ടിയെ തുറന്നുവിട്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. തൃശൂർ ചാഴൂർ സ്വദേശി പണ്ടാരിക്കൽ വീട്ടിൽ പ്രജിതയാണ് പ്രദേശവാസിയായ യുവതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. പട്ടിയെക്കൊണ്ട് മനഃപൂർവ്വം ആക്രമിക്കുകയായിരുന്നു എന്നാണ് പ്രജിതയുടെ പരാതി. കഴിഞ്ഞ ദിവസമാണ് ചാഴൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗമായ മറ്റൊരു സ്ത്രീയോടൊപ്പം പ്രജിത SN റോഡിന് വടക്കുവശത്തുള്ള വീടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ പോകുന്നത്. ഡേവിസ് എന്നയാളുടെ വീട്ടിലെത്തിയപ്പോഴാണ് ദുരനുഭവം നേരിട്ടതെന്ന് യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. അവർ പറഞ്ഞ പ്ലാസ്റ്റിക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വാതിൽ മുഴുവനായിട്ട് തുറക്കുക ചെയ്തത്. അപ്പോൾ അവരെ കൂടെ പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പട്ടി നമ്മുടെ അടുത്ത് വരില്ല എന്ന്. കാരണം ഒരുപാട് വീടുകളിൽ പോണതാണ്. അങ്ങനെ പോകുമ്പോൾ സാധാരണ കാണാറ് അവർ പട്ടികളൊക്കെ അങ്ങോട്ട് നീക്കി നിർത്തിയിട്ട് വാതിൽ അടച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് തരില്ല എന്നും അല്ലെങ്കിൽ നമുക്ക് കവർ തരിക ചെയ്യാറ്. അപ്പോൾ അതുപോലെ പ്രതീക്ഷിച്ച് ഞാൻ അവിടെ നിന്നത്. പക്ഷേ പെട്ടെന്നായിരുന്നു പട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ മേത്ത് ചാടിയത്. അപ്പോൾ ഞാൻ പട്ടീനെ തട്ടി മാറ്റിയിട്ട് ഞാൻ ഓടിയിട്ട് ഞാൻ പോയിട്ട് കുറച്ച് ഓടി കഴിഞ്ഞ് റോട്ടിലെത്തി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും പട്ടീൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നിട്ട് എൻ്റെ മേത്ത് കയറിയപ്പോൾ ഞാൻ മലന്നടിച്ച് വീഴാ ചെയ്തത്. മുന്നത്തെ ഹരിതകർമ്മസേനക്കാർ വന്നപ്പോഴും അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്ലാസ്റ്റിക്കിനായിട്ട് ഇവിടെ വരണ്ട, ഞങ്ങൾ കത്തിക്കുകയാണ് ചെയ്യണതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിച്ചു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഡേവിസിന്റെ മകൾ വാതിൽ തുറന്നു.
പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ചോദിച്ചതും വാതിൽ മുഴുവൻ തുറന്ന് അകത്തുണ്ടായിരുന്ന പട്ടിയെ തുറന്നുവിട്ടു. പട്ടി കുരച്ചോടിയെടുത്തപ്പോൾ പിടിച്ചു മാറ്റുമെന്ന് കരുതിയെങ്കിലും ഉണ്ടായില്ല. അവർ പട്ടിയെ കൊണ്ട് തങ്ങളെ ആക്രമിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പട്ടി പ്രജിതയുടെ കഴുത്തിലേക്ക് ചാടിക്കയറി. ഇതോടെ പ്രജിത പുറകിലേക്ക് മറിഞ്ഞു വീണതായും പട്ടിയെ പിടിച്ചു മാറ്റാൻ പറഞ്ഞപ്പോൾ തന്റെ നായയെ പട്ടിയെന്ന് വിളിച്ചെന്നും പറഞ്ഞ് യുവതി പ്രജിതയെ ആക്രമിക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു. മറ്റ് ഹരിതകർമ്മ സേനാംഗങ്ങളും ജനപ്രതിനിധികളും ഇടപെട്ടാണ് പ്രജിതയെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രജിതയുടെ പരാതി പ്രകാരം ഇരിങ്ങാലക്കുട വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട്. ഇരു കൂട്ടരെയും അന്തിക്കാട് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5790 രൂപ, പവന് 46,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂച്ചിന്നിപ്പാടം ജംഗ്ഷനിലെ പറമ്പിൽ വൻ തീപിടുത്തം. പറമ്പിലുണ്ടായിരുന്ന വാഴകളും പച്ചക്കറികളും കത്തിനശിച്ചു. സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും തീ പടരുന്നത് തടയാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പെരുമ്പിള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച തുടക്കമാകും. ഭാഗവതാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ യജ്ഞത്തിന് നേതൃത്വം നൽകും. നവീകരിച്ച വനിതാ ഹെൽത്ത് ക്ലബിന്റെ പ്രവർത്തനം പാറളം ഗ്രാമപഞ്ചായത്തിൽ പുനരാരംഭിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവുള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിദ്യാ സരസ്വതി അർച്ചനയ്ക്ക് തുടക്കം. പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി 3 ദിവസങ്ങളിലാണ് അർച്ചന ഒരുക്കിയിട്ടുള്ളത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.